ഹലോ. രാവിലെ ഈ തുറന്ന് നിരത്തി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കാണുമ്പോൾ കാര്യം മനസ്സിലായല്ലോ. സ്കൂള് തുറന്നു, വേഗം എണീറ്റോ, ഇനി കിടന്നുറങ്ങാൻ നേരമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടാകുമ്പോൾ വേഗത്തിൽ പരിപാടി കഴിയും. കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് പുട്ടും പഴവുമാണ്. ഇനി അടുത്തതായിട്ട് ഈ പയർ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ്. ബാക്കി പയറിലേക്ക് ചേർക്കാനുള്ളതാണ് ഈ മത്തനും വൻപയറും കൂടി നമുക്ക് തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഒരു കറിയും സെറ്റാക്കാം. കഷ്ണങ്ങളൊക്കെ രാത്രി തന്നെ മുറിച്ച് വെച്ചതുകൊണ്ട് പച്ചക്കറിയുടെ കാര്യത്തിൽ വേഗത്തിൽ തന്നെ തീരുമാനമായിട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞ് അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്കലത്തിന് മുകളിലുള്ള ഡിസൈന് ആ സമയത്ത് ഞാൻ മുറ്റം അടിക്കാൻ പോയതായിരുന്നു, കുറച്ചേറെ തിളച്ച് പോയിട്ടോ. പയറും മത്തനും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി ഉടച്ച് കൊടുക്കണം. ഒപ്പം തന്നെ ഇപ്പുറത്തൊരു ചെറിയ ചീനിച്ചട്ടിയിൽ അതിൽ നിന്നും കുറച്ച് പയറെടുത്തിട്ട് ഞാനൊരു മെഴുക്കുവരട്ടി പോലെ വെക്കുന്നുണ്ട്. ഇന്നു മുതൽ നമ്മുടെ നിളക്കുട്ടി അംഗനവാടിയിൽ നിന്നും LKG-യിലേക്കുള്ള ചൂട് വയ്ക്കുകയാണ് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കൊണ്ടുപോകാനില്ല, വെള്ളവും സ്നാക്സും ആണ് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് വെക്കുന്നത് പായസത്തിന് വേണ്ടിയിട്ടാണ്. നിയമോൾ സാധാരണയായിട്ട് സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. നിയമോക്കും നിളക്കുട്ടിക്കും വിളമ്പി കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലും കൂടി ചോറ് വിളമ്പുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അത് ഞാനും ജോലിക്ക് പോവാണ് കേട്ടോ. നിളക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് 1 വർഷം മാത്രമാണ് ജോലിക്ക് പോകാൻ കഴിഞ്ഞത്. പിന്നെ ഇതാ ഇപ്പോൾ അവളെ LKG-യിലേക്ക് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്കും ഒരു സ്കൂളിൽ ജോലി ശരിയായിട്ടുണ്ട്. മത്തനും വൻപയറും കറിയുടെ കൂടെ ജിനാന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കോഴിമുട്ടയും പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത പണിയാണ് ഈ കാണുന്നത്. അവളുടെ കാര്യങ്ങളെല്ലാം അവൾ സ്വന്തം ചെയ്തതാണ് കേട്ടോ. എൻ്റെ പണിയെന്ന് പറയുന്നത് ആകപ്പാടെ തലമുടി കെട്ടിക്കൊടുക്കുന്നത് മാത്രമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴേക്കും എന്തോ ഒരു കുറവാണ്, എന്തൊക്കെയോ ഒരു കളി കളിക്കുന്നുണ്ട്. ഇതുവരെ നിയമോള് ഓട്ടോ ടാക്സിയിലായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ലൈൻ ബസ്സിന് പോകാനാണ്. നിയമോളും നിത്തൂസും കൂടി ഒരുമിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ബസ് വരുന്ന സ്ഥലത്തേക്ക് ജിനേട്ടൻ അവളെ കൊണ്ടാക്കാൻ പോവുകയാണ്. ഇനി അടുത്തയാൾ നമ്മുടെ നിളക്കുട്ടി രാവിലെ തന്നെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടിരുന്ന് പുട്ട് കഴിക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ TV ഓണാക്കിയിട്ടുണ്ട്. ഇതാ എൻ്റെ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതാ തിരക്കിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ സമയം കിട്ടിയുള്ളൂ. ഇനി നിളക്കുട്ടിയുടെ വക ഒരു ഉമ്മ. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. കുറേ കാലത്തിന് ശേഷം സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൽ ഏകദേശം 3 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒരു ഗവൺമെൻറ് സ്കൂളിന് ഇത്രയും നല്ല കെട്ടിടവും ഇത്രയും നല്ല നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളും പിന്നെ ചെറിയ മക്കളെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് കളിക്കുന്നതിനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സ്കൂളിനോട് ചേർന്ന് തന്നെ വർണ്ണക്കൂടാരം എന്ന പേരിൽ LKG നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതൊന്നും ഞാനന്ന് വർക്ക് ചെയ്യുന്ന സമയത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം തോന്നുന്നു. ഇത് നമ്മുടെ അതിഥികളെ വരവേൽക്കാനായിട്ട്, കുഞ്ഞ് അതിഥികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോളെല്ലാം അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ കുട്ടികൾ വന്നു, പാട്ട് തുടങ്ങി, മേളം തുടങ്ങി. കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞേ. ഇനി അടുത്തൊരു തമാശയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയെങ്കിലും അവിടെ ചെന്നപ്പം വറുത്തരച്ച സാമ്പാർ കണ്ടപ്പോൾ സ്കൂളിലെ ചോറ് തന്നെ കഴിക്കാൻ തോന്നി. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി പിന്നെ കാണാം കേട്ടോ.